തൃശ്ശൂരിൽ നിന്ന് എറണാകുളത്തേക്ക് വരുന്ന ഇരിങ്ങാലക്കുട ഡിപ്പോയിലെ ഫാസ്റ്റ് പാസഞ്ചർ ഡ്രൈവർ ചാലക്കുടി സ്വദേശിക്കാണ് ബിജോയ്ക്കാണ് 39 വയസ്സ്. ചൊവ്വാഴ്ച വൈകിട്ട് 5:30 ശരീരത്തിനാകെ ഒരു ബുദ്ധിമുട്ടുണ്ടാവുകയും ഡ്രൈവിംഗ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയുമായിരുന്നു. ദേശീയപാതയിൽ കരിയോട് കവല എത്തുന്നതിന് മുമ്പ് അവശ്യനില ആയതോടെ ബസ് റോഡിനരികിൽ നിർത്തുകയും ബിജോയ് സീറ്റിൽ തളർന്നു വീണു. കണ്ടക്ടർ രവി പ്രകാശും യാത്രക്കാരും വെള്ളം കൊടുത്തെങ്കിലും അവശനായി കിടക്കുകയായിരുന്നു. തുടർന്ന് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടതോടെ നിയന്ത്രണം ഏറ്റെടുത്ത യാത്രക്കാരൻ ബസ്സുമായി നേരെ പോയത് ആശുപത്രിയിലേക്കാണ്. യാത്രക്കാരൻ്റെ സാമൂഹിക ചിന്ത കാരണം ഒരു ജീവൻ രക്ഷപ്പെടുത്തുവാൻ തന്നെ കഴിഞ്ഞു. ബസ്സിൽ നിന്ന് ഡ്രൈവറെ താഴെ ഇറക്കി പ്രയാസപ്പെടുന്നതോടെയാണ് യാത്രയിൽ ഒരാൾ കണ്ടക്ടറെ ഹെവി ഡ്രൈവിംഗ് ലൈസൻസ് കാണിച്ച് നിയന്ത്രണം ഏറ്റെടുത്ത് നേരെ ബസ്സുമായി ചെങ്ങമനാട് ദേശം CI ഹോസ്പിറ്റലാണ് പോയത്. പരിശോധനയിൽ രക്തസമ്മർദ്ദം കൂടുകയും ഷുഗർ കുറയുകയും 102° പനിയുമായിരുന്നു. അപകടനില തരണം ചെയ്തു എന്ന് ഡോക്ടേഴ്സ് പറഞ്ഞു. ഈ സമയം ബസ്സിൽ 56ഓളം യാത്രക്കാരുണ്ടായിരുന്നു. മുഴുവൻ യാത്രക്കാരും ഈ സമയം ആശുപത്രി മുറ്റത്തു നിന്നു. ഡ്രൈവർ അപകടനില തരണം ചെയ്തു എന്ന് ഉറപ്പാക്കിയ ശേഷമാണ് ബസ് ഓടിച്ച് പേര് വെളിപ്പെടുത്താൻ പോലും തയ്യാറാകാത്ത എറണാകുളത്തേക്ക് ടിക്കറ്റ് എടുത്തുന്ന യാത്രികൻ മറ്റ് യാത്രക്കാർക്കൊപ്പം മറ്റൊരു ബസ്സിൽ മടങ്ങിയത്. ബിജോയുടെ ബന്ധുക്കൾക്ക് സംഭവം പറഞ്ഞ് രാത്രിയോടെ ആശുപത്രി എത്തുകയും ചെയ്തു. ഇത്രയും നല്ല ആ സമയത്ത് നല്ലൊരു തീരുമാനമെടുത്ത് ആ ഡ്രൈവറെ ഹോസ്പിറ്റലിലെത്തി സഹായിച്ച ആ സഹോദരന് 1000 അഭിനന്ദനങ്ങൾ. അയാളെ തൻ്റെ പേരോ മറ്റൊന്നും തന്നെ വെളിപ്പെടുത്തിയിട്ടില്ല. ഇത് ചൊവ്വാഴ്ച നടന്ന ഒരു സംഭവമാണ്.